ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രീമിയം സെഡാൻ നോക്കുന്ന ആൾക്കാർക്ക് ബെസ്റ്റ് ചോയ്സുമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിയാസ് SHVS മോഡൽ SHVS കേരള വെഹിക്കിൾ ആണെങ്കിൽ ഏകദേശം 6.5 ലക്ഷം രൂപയ്ക്ക് എബവ് പ്രൈസ് വരുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ വണ്ടിയുടെ പ്രൈസ് പറയാൻ പോകുന്നത്. വെറും 4,65,000 രൂപയ്ക്ക് വിത്ത് NOC നിങ്ങൾക്ക് ഈ വെഹിക്കിൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ വെഹിക്കിളിലെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മൾ ഇൻ ഡീപ്പായിട്ട് നമുക്ക് നമ്മുടെ സിയാസ് നോക്കാം. മോഡൽ SHVS ഉള്ള വെഹിക്കിളാണ്, അതായത് സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജി. അപ്പോൾ ഇതിനകത്ത് എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 20 കിലോമീറ്റർ മൈലേജ് കൺഫേം ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു സൈഡ് വൈസ് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാ ടയേഴ്സും വണ്ടിയുടെ എല്ലാ ടയേഴ്സും 95% കണ്ടീഷനുള്ള ഗുഡിയറിൻ്റെ ബ്രാൻഡ് ന്യൂ ടയേഴ്സാണ്. അതുപോലെ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള ഡാമേജസോ ഡെൻറ്റുകളോ കാര്യങ്ങളൊന്നും തന്നെ എവിടെയില്ല. അതുപോലെ ഈ ഗ്ലാസ്സൊക്കെ നമ്മൾ ക്ലോസ് അപ്പ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള ഡാമേജസ് ഒന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ റീപ്ലേസ്മെൻറ്റ് ബോഡി പാർട്സിൻ്റെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല. ചെറിയൊരു ടച്ചിങ് പെയിൻറ്റ് ടച്ചിങ് കാര്യങ്ങളൊക്കെ വണ്ടിയുടെ പല ഭാഗത്തും നമുക്ക് കാണാൻ പറ്റും. ക്യാരക്ടർ ലൈൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ആ ഗ്ലോസി ഫിനിഷിങ് കാര്യങ്ങളൊന്നും പോയിട്ടില്ല. മാത്രമല്ല ടയേഴ്സ് റിയറിലേക്ക് വരുമ്പോഴും ഏകദേശം എല്ലാം ന്യൂ ടയേഴ്സ് തന്നെയാണ് വെഹിക്കിളിന് വരുന്നത്. അപ്പോൾ നമ്മൾ ഹെഡ് ലാമ്പ് കണ്ട പോലെ തന്നെ ടെയിൽ ലാമ്പിൻ്റെ കണ്ടീഷനും ഗ്യാപ്പുകളും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ്ലി ഓക്കെയാണ്. നല്ല ഗ്ലോസി ഫിനിഷിങ്ങിലുണ്ട്. കേരള ഓണറാണ് വെഹിക്കിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ NOC അവൈലബിൾ ആണ്. നമ്മൾ വെഹിക്കിൾ കൊടുക്കുമ്പോൾ വിത്ത് NOC ആണ്. വിത്തിൻ 15 days ആണ് നമ്മൾ NOC ടൈം പറയുന്നത്. മാത്രമല്ല SHVSൻ്റെ ഒരു പഞ്ചിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും. കാര്യമായിട്ടുള്ള ഡാമേജസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ വൈറ്റ് കളറിൽ നമുക്കൊരു സ്വിഫ്റ്റ് വാങ്ങിക്കുന്ന പൈസയ്ക്ക് 2017 മോഡൽ സ്വിഫ്റ്റിന് വരെ നിങ്ങൾക്ക് ഏകദേശം 5 lakhന് എബോവ് കോസ്റ്റ് വരുമ്പോൾ നമ്മൾ അതിനേക്കാളും ഒരു വാഗണറിൻ്റെ ഒക്കെ പ്രൈസിനാണ് സിയാസ് ഡീസൽ സ്മാർട്ട് ഹൈബ്രിഡുള്ള ഈ ഒരു ഡെൽറ്റ ഓപ്ഷനിലുള്ള ഈ ഒരു വെഹിക്കിൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഇതിൻ്റെ ടയേഴ്സ് നമ്മൾ പറഞ്ഞായിരുന്നു എല്ലാം ന്യൂ ടയേഴ്സ് തന്നെയാണ്. അതുപോലെ തന്നെ ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളൊന്നും തന്നെ യാതൊരു ഡാമേജസ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ബാക്കിലെ ക്വാർട്ടർ പാനലിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ റീപെയിൻറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുണ്ടായിരുന്ന സ്ക്രാച്ചസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമർ പല ടൈമിലായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഒരു ഭാഗത്തുനിന്നില്ല. നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ ഈ ഒരു സൈഡ് പോർഷനൊക്കെ നമുക്ക് ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള പെയിൻറ്റ് ടച്ചിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു ക്വാർട്ടർ പാനലിൻ്റെ ഭാഗത്തുനിന്ന് ഫെൻഡറിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അതല്ലാതെ ഓവറോൾ വെഹിക്കിൾ നോക്കുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഫ്രണ്ട് ബമ്പർ, ബോണറ്റ്, അതിൻ്റെ ഫ്രണ്ട് വിൻഷീൽഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളതിൻ്റെ ടോപ്പിൽ ഈ ഒരു ഭാഗത്തായിട്ട് വളരെ ക്ലോസ് അപ്പ് വ്യൂവിൽ നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഡെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് റിയറിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് വളരെ ക്ലോസപ്പായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തും ചെറിയൊരു ഡെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് വെഹിക്കിളിന് ടോട്ടലി ഓവറോൾ നമ്മൾ 360 ഡിഗ്രിയിൽ വണ്ടി ഫുള്ളായിട്ട് കവർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഡാമേജസ് എന്നുള്ളത്. ഇനി ഇതിൻ്റെ സ്ട്രക്ചറലായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ എഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇൻ ഡീപ്പായിട്ട് തന്നെ നോക്കാം. ഡോറ് കാര്യങ്ങളെല്ലാം നോർമലി വെഹിക്കിൾ നമ്മൾ സ്കിപ്പ് ചെയ്യാറുണ്ട്, പക്ഷേ ഇത്ര വലിയ സ്കിപ്പ് ചെയ്യുന്നില്ല. DL രജിസ്ട്രേഷൻ വെഹിക്കിൾ ആയതുകൊണ്ട് നമ്മൾ എല്ലാ ഭാഗവും ക്ലോസപ്പിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഡോറിൻ്റെ ടോട്ടൽ നമ്മൾ എല്ലാ എഡ്ജസ് നോക്കുകയാണെങ്കിലും യാതൊരു വിധത്തിലുള്ള ഡാമേജസ് കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു എഡ്ജസും കാര്യങ്ങളും നമുക്കൊരു പില്ലറിൻ്റെ ഭാഗങ്ങളെല്ലാം ക്ലോസപ്പ് വ്യൂവിൽ നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള സ്ട്രക്ചറൽ ഡാമേജസ് ഒന്നും ഈ ഒരു ഭാഗത്തുനിന്ന് വെഹിക്കിളിന് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ റിയർ ഡോറും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ എഡ്ജസും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഡോറിൻ്റെ ആ ഒരു കമ്പനി പേസ്റ്റിങ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വെഹിക്കിൾ. ഡോർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പില്ലറിൻ്റെ ഭാഗങ്ങൾ അതുപോലെ തന്നെ സ്ട്രക്ചറലി ഡാമേജസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ പില്ലറിൻ്റെ ഭാഗങ്ങളാണെങ്കിലും കാര്യമായിട്ടുള്ള ഡാമേജോ റീപെയിൻ്റോ ഒന്നും ഈ ഒരു ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. അതുപോലെ സീറ്റ്സിൻ്റെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ റിയർ സീറ്റുകളെല്ലാം തന്നെ നല്ല ക്വാളിറ്റിയുള്ള നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ നമ്മൾ ക്ലോസപ്പ് വ്യൂവിൽ നോക്കുമ്പോൾ ഈ ഒരു സൈഡിലുള്ള ഡോർ ട്രിം മിസ്സായിട്ടുണ്ട്. അത് നമുക്ക് സിയാസിന് പൊതുവേ നമ്മൾ കേരള വണ്ടിയാണെങ്കിൽ പോലും എല്ലാ വണ്ടികൾക്കും പൊതുവേ ഇവിടെ വരുന്ന ഈ ഒരു ക്ലോത്തിൻ്റെ ട്രിമ്മ് മിസ്സായിട്ടുള്ള കാണാൻ പറ്റും. അത് നമുക്ക് ജസ്റ്റ് ഒട്ടിച്ച് വെക്കുന്ന ഒരു സംഭവമാണ്. നോർമലി അത് സിയാസ് പോലത്തെ വെഹിക്കിൾസിനെ നഷ്ടപ്പെട്ട് കാണാറുണ്ട്. നമുക്കതൊരു വളരെ കോസ്റ്റ്ലി ഒരു 500 റുപ്പീസിനുള്ളിൽ നമുക്കത് ചെയ്തെടുക്കാവുന്നതുള്ളൂ. ഇനി ഈ സ്ട്രക്ചറിൻ്റെ ഭാഗം പറയുകയാണെങ്കിൽ ഡ്രൈവർ സൈഡ് പറയുകയാണെങ്കിൽ അതും നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ട്. കാര്യമായിട്ടുള്ള ഡാമേജസ് കാര്യങ്ങളൊന്നും തന്നെ വെഹിക്കിളിൻ്റെ സ്ട്രക്ചറലി ഈ ഒരു വെഹിക്കിളിൻ്റെ ഒരു ഭാഗത്തുനിന്നില്ല. മാത്രമല്ല ഡ്രൈവർ സൈഡ് സീറ്റും കാര്യങ്ങളും അതുപോലെ ഇതിൻ്റെ AC വെൻറ്റുകളും ഡാഷ്ബോർഡിൻ്റെ കണ്ടീഷനെല്ലാം നല്ല നീറ്റാണ്.
ഇപ്പോൾ ഡെൽറ്റ ഓപ്ഷനാണ് വരുന്നത്. കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഈ ഒരു വെഹിക്കിളിന് വരുന്നുണ്ട്. മാത്രമല്ല ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നുണ്ട്. മാത്രമല്ല 2 വെൻറ്റും ഡ്രൈവർ സൈഡും കോ ഡ്രൈവർ സൈഡും എയർ ബാഗ്സും എല്ലാമാണ് ഈ വെഹിക്കിളിന് വരുന്നത് ഓപ്ഷൻസ് എന്നുള്ളത്. മാത്രമല്ല SHVSൻ്റെ കുറച്ച് സ്വിച്ചസും കൂടി ഉണ്ട്. നമുക്ക് ഡ്രൈവർ സൈഡിൽ നിന്ന് നോക്കാം. അപ്പോൾ ഡ്രൈവർ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ സ്വിച്ചസ് കാണാൻ പറ്റും. അത് ഓട്ടോ ഓൺ ഓഫിൻ്റെ സ്വിച്ചും പാർക്കിൻ്റെ സ്വിച്ചും ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ചൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. മാത്രമല്ല സ്റ്റിയറിങ്ങിൻ്റെ കണ്ടീഷൻ ആണെങ്കിലും സ്റ്റിയറിങ്ങിൻ്റെ സ്വിച്ചസ് ആണെങ്കിലും ഓവറോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ക്വാളിറ്റി നല്ല ഗുഡ് ക്വാളിറ്റി തന്നെയാണ്. അതുപോലെ തന്നെ പവർ വിൻഡോസിൻ്റെ എല്ലാ സ്വിച്ചസും ഓട്ടോമാറ്റിക് മിറർ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ സ്വിച്ചസ് എല്ലാം ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇൻ ഡീപ്പായിട്ട് ഭാഗത്തുനിന്ന് കാര്യങ്ങൾക്കൊന്നും മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇൻ ഡീപ്പായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. കൃത്യമായിട്ട് നിങ്ങളൊരു മെക്കാനിക്കിൻ്റെ റെഫറൻസും കൂടി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ തന്നെ നമുക്ക് ഈ ഒരു ഹെഡ് ലാമ്പ് സപ്പോർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഹെഡ് ലാമ്പ് സപ്പോർട്ട് ബ്രേക്ക് ആയിട്ടുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഈ ഒരു സൈഡിലുള്ള റീപെയിൻറ്റിങ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡിൽ നിന്ന് ഇത് റീപ്ലേസ് ചെയ്തിട്ടില്ല. വളരെ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഡെൻറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും. അതിൻ്റെ ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ ഹെഡ് ലാമ്പ് സപ്പോർട്ട് ഹെഡ് ലാമ്പിൻ്റെ ലെഗ് ഒരെണ്ണം ബ്രേക്ക് ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ക്രോസ് ഈ ഒരു ഭാഗത്തുള്ള ക്രോസുകൾ കാര്യങ്ങൾ നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള ഡാമേജ് വന്നിട്ടില്ല. ഈ ഒരു ഭാഗത്ത് ചെറിയ രീതിയിൽ ആ ഒരു ഇമ്പാക്റ്റിൻ്റെ ചെറിയൊരു സൈൻ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ബാക്കി ABSൻ്റെ മൊഡ്യൂൾ അതുപോലത്തെ കാര്യങ്ങൾ ഇതിൻ്റെ ടോട്ടലുള്ള ഇൻസുലേഷൻ കാര്യങ്ങളെല്ലാം നല്ല ഗുഡാണ്. നല്ലോണം പൊടിയുണ്ട് വെഹിക്കിളിൻ്റെ എഞ്ചിനിൽ. കാരണം പൊതുവേ അവിടെ ഓടുന്ന വണ്ടികൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇതുവരെ പൊടി കാണാറുണ്ട്. അപ്പോൾ ബാക്കി നമ്മൾ ആ എഞ്ചിൻ്റെ ടോപ്പ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊന്നും മിസ്സായിട്ടില്ല. അതുപോലെ തന്നെ റിമൂവ് ചെയ്തിട്ടോ കാര്യങ്ങളൊന്നുമില്ല. ബട്ട് വേറെ എൻജിൻ ഓയിൽ ലീക്കേജസ് കാര്യങ്ങളൊന്നും തന്നെ വെഹിക്കിളിൻ്റെ ഇല്ല. ചെറിയ ഡോട്ടഡ് ആയിട്ടുള്ള വണ്ടി അധികം യൂസ് ചെയ്യാത്തതിൻ്റെ ഈ ഒരു റെസ്റ്റിംഗ് ഈ ഒരു പീസിലേക്ക് വരുന്ന കോമൺ ആയിട്ട് കാണാറുള്ള ആ ഒരു ഡാമേജ് തന്നെയാണ് ഈ ഒരു എൻജിൻ റൂമിൽ പറയാനുള്ളൂ. അതുപോലെ തന്നെ അപ്പർ ക്രോസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് ഈ ഒരു ആപ്രോണിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതും ആ ഒരു സൈഡ് പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തന്നെ ഉണ്ട്. യാതൊരു ഡാമേജ് കാര്യങ്ങളൊന്നും ഇല്ലാതെ ക്ലീൻ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബാറ്ററി ഏകദേശം 2022 റീപ്ലേസ് ചെയ്തിട്ടുള്ള ആമറോണിൻ്റെ SHVS വെഹിക്കിളിന് വരുന്ന ആ സെയിം ബാറ്ററി തന്നെയാണ്. അതുപോലെ തന്നെ ഓയിൽ സർവീസ് കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വെഹിക്കിളിന് 60,000 കിലോമീറ്ററിൻ്റെ മുമ്പ് 59,000 കിലോമീറ്ററിൽ ബോഷിൽ നിന്ന് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഓയിൽ സർവീസ് കാര്യങ്ങളൊക്കെ റീസെൻ്റ്ലി ചെയ്തതും കൂടിയാണ്. ഇനി ഇതിൻ്റെ എഞ്ചിൻ്റെ സൗണ്ട് നമുക്ക് നോക്കാം. അതിന് മുമ്പ് SHVS എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു മോട്ടറും കൂടി ഉണ്ടാവും. കുറച്ചും കൂടി ഒരു പവർ സപ്പോർട്ട് അത് കൊടുക്കുന്നുണ്ട്. അത് ബാറ്ററി വഴി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. കുറച്ചും കൂടി മൈലേജും വണ്ടിയുടെ പെർഫോമൻസിലും ചെറിയ ഒരു ഹൈക്ക് ഉണ്ടാവും. നോർമൽ സ്വിഫ്റ്റിനൊക്കെ വരുന്ന ആ ഒരു DDIS 1.3 ലിറ്റർ എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വെഹിക്കിളിന് വരുന്നത്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിൻ്റെ സ്റ്റാർട്ടിംഗ് സൗണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ അത്യാവശ്യം സ്മൂത്തായിട്ടുള്ള സൗണ്ടും കാര്യങ്ങളാണ് വെഹിക്കിളിനുള്ളത്. അപ്പോൾ നോർമലി കേൾക്കുന്ന ടർബോൻ്റെ എക്സ്ട്രാ നോയ്സ് കാര്യങ്ങളൊന്നും വെഹിക്കിളിനില്ല. അപ്പോൾ ഓവറോൾ ഗുഡ് കണ്ടീഷനിലുള്ള ഈ ഒരു വെഹിക്കിളിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് 4,65,000 റുപ്പീസാണ്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്.